PV അൻവറിനോടുള്ള സമീപനത്തെ ചൊല്ലി യു ഡി എഫിൽ ഭിന്നത രൂക്ഷം. PV അൻവറിനെ അനുനയിപ്പിച്ചൊപ്പം നിർത്തണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം ഹമീദ് മാസ്റ്റർ ആവശ്യപ്പെട്ടു. ആര്യാടൻ ഷൗക്കത്തിനെ വിജയിപ്പിക്കുക എന്നത് ലീഗിന്റെ മാത്രം ഉത്തരവാദിത്തമല്ലെന്ന് ഹമീദ് മാസ്റ്റർ പറഞ്ഞു. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഹമീദ് മാസ്റ്റർ നിലപാട് വ്യക്തമാക്കിയത്. തെരഞ്ഞെടുപ്പിന് കളമൊരുക്കിയത് അൻവറാണല്ലോ. ഈ ഒരു തെരഞ്ഞെടുപ്പിന് കളമൊരുക്കിയത് അൻവറാണ്. അൻവർ യുദ്ധമുഖത്ത് തന്നെയാണ്. അതിലൊന്നും ആർക്കും അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ പരിഗണിക്കേണ്ടതല്ലേ? അത് പരിഗണിക്കേണ്ടതാണ്. അത് ന്യായമായ എന്ത് ഡിമാൻഡ് അദ്ദേഹം പറഞ്ഞാലും അത് പരിഹരിക്കും. അപ്പൊ അൻവറിനൊക്കെ കൂടെ നിർത്തിക്കൊണ്ട് പോകണം തന്നെ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഞങ്ങളുടെ പാർട്ടിയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്തു. നമ്മള് മുസ്ലിം ലീഗ് ഒറ്റക്കല്ലല്ലോ. അവിടെ നിർത്തുന്ന സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ്. സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഇഷ്ടംപോലെ ആശയവിനിമയം നടത്താൻ അൻവറിന് അവസരം ഉണ്ടായിട്ടുണ്ട്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിന് പറയാനുള്ള എല്ലാ കാര്യങ്ങളും UDF നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. ഞങ്ങളുമായി ലീഡർഷിപ്പിൽ നിൽക്കുന്ന ആൾക്കാരല്ല. അപ്പോ ജയിക്കുക എന്നുള്ളത് ഒരു മുസ്ലിം ലീഗിന്റെ മാത്രം ആവശ്യമില്ലല്ലോ. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി KT സ്വാലിഹ് നിലമ്പൂരിൽ നിന്ന് ചേരുന്നു. ഇപ്പോൾ സ്വാലിഹ്, ഹമീദ് മാസ്റ്റർ പറഞ്ഞതിൽ ആദ്യം പറഞ്ഞതാണ് വളരെ പ്രസക്തമായ കാര്യം. ഈ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിന് ഇടയാക്കിയത് ആരാണ്? അത് അൻവർ തന്നെയാണ്. പക്ഷേ അതായത് UDFുമായി നടത്തിയ ചർച്ചകളുടെ ഭാഗമായി തന്നെയാണ് നിലമ്പൂർ മത്സരിക്കുന്നത്. അപ്പോൾ ആ നിലമ്പൂരിൽ ഈ അൻവറിനെ പിന്തുണയ്ക്കേണ്ട സാഹചര്യമുണ്ട്. ലീഗിൻ്റെ മാത്രം ഉത്തരവാദിത്വമല്ല അൻവറിൻ്റെ വിജയവും മറ്റു കാര്യങ്ങളുമൊക്കെ എന്നാണ് ഹമീദ് മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് ശരിക്കും ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്? UDFിൽ വലിയ തരത്തിലുള്ള പൊട്ടിത്തെറി, നിലമ്പൂർ എന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി വലിയ തരത്തിലുള്ള ഭിന്നത UDFിൽ ഉണ്ടാകും. ലീഗ് തന്നെ വല്ലാത്ത പൊല്ലാപ്പിലാണ്. അങ്കലാപ്പുണ്ട് ലീഗിന്, വലിയ പ്രതിഷേധമുണ്ട് കോൺഗ്രസ് നേതൃത്വം. അതാണ് ഹമീദ് മാസ്റ്ററുടെ വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സാലിഹ്, ഹിജു, ഈ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള UDFന്റെ ജില്ലാ കൺവീനറാണ് അദ്ദേഹം. അദ്ദേഹമാണ് ഇക്കാര്യത്തിൽ അൻവറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നത്. യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും ഒക്കെ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പോലും ഇത്തരത്തിൽ അൻവറിനൊപ്പം നിർത്തണമെന്ന ചില നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊന്നും പരിഗണിക്കാതെയാണ് VD സതീശന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോയത്. അത് വലിയ പ്രതിസന്ധി ഇപ്പോൾ UDFിൽ സൃഷ്ടിക്കുന്നുവെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഈ അസ്വസ്ഥതകൾ വേഗത്തിൽ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കമാൻഡിന് കത്ത് നൽകാൻ മുസ്ലിം ലീഗ് തീരുമാനിച്ചിട്ടുണ്ട്. KC വേണുഗോപാലുമായും ഇക്കാര്യങ്ങൾ നേരിട്ട് തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുമുണ്ട്. സ്വാലിഹ്, ഇതിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം LDFിന്റെ ഭാഗമായി നിൽക്കുന്ന സമയത്ത് തന്നെയാണ് PV അൻവർ UDFുമായി ചർച്ച നടത്തി MLA സ്ഥാനം രാജിവെക്കുന്നത്. അതിനുശേഷം നടന്ന വലിയ പൊട്ടിത്തെറികൾ പിന്നീട് നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം അൻവർ വാർത്താ സമ്മേളനം നടത്തി സ്വന്തമായി മത്സരിക്കുമെന്ന് പറയുകയും ചെയ്തു. ലീഗിന് തുടക്കം മുതൽ ഒരു നിലപാടുണ്ടായിരുന്നു. UDFിൽ നടത്തിയ ചർച്ചയുടെ ഭാഗമായി അൻവറിനെ ഒപ്പം നിർത്തുക, ഒരുപക്ഷെ സ്ഥാനാർത്ഥിയെ അൻവറിനെ തന്നെ കൊണ്ടുവരണമെന്നുള്ളൊരു നിലപാട് ലീഗിനുണ്ടായിരുന്നു. യൂത്ത് ലീഗ് തന്നെ അത് പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇവിടെ വലിയൊരു ഭിന്നത UDFിൽ കോൺഗ്രസിൻ്റെ നിലപാടല്ല ലീഗിന് ഉള്ളത് എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ്. സാലിഹ് സൂചിപ്പിച്ചതുപോലെ പറയുന്നത് UDFിൻ്റെ ജില്ലാ ചെയർമാൻ കൂടിയാണ്. വലിയ തരത്തിലുള്ള പൊട്ടിത്തെറി UDFിനെ കാത്തിരിക്കുന്നുണ്ട്. കോൺഗ്രസിൽ പ്രത്യേകിച്ചും VD സതീശൻ എടുക്കുന്ന നിലപാടുകൾ നമുക്കറിയാം. VD സതീശൻ തുടക്കം മുതൽ അൻവറിനോടുള്ള പരാതി, അൻവറിനെ കുറിച്ചുള്ള വിദ്വേഷമെല്ലാം പരസ്യമായി തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് അൻവർ ഇവിടെ സ്വന്തമായി മത്സരിക്കാൻ തീരുമാനമെടുക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ അൻവറിൻ്റെ വിഷയത്തിൽ വലിയ തരത്തിൽ അനുനയ ചർച്ച വേണമായിരുന്നു എന്ന് ലീഗ് പറയുന്നത്. വലിയ തരത്തിലുള്ള പൊട്ടിത്തെറി ഈ UDFിൽ കാത്തിരിക്കുന്നുണ്ട്. കോൺഗ്രസിൻ്റെ ഈ ഏകാധിപത്യ നിലപാട്, സതീശന്റെ നിലപാടിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ലീഗ് തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായും മുസ്ലിം സംബന്ധിച്ചിടത്തോളം ആശങ്കകൾ, ഈ തെരഞ്ഞെടുപ്പ് ഒരു സെമി ഫൈനലായി കാണുന്നതെന്ന് ഹമീദ് മാസ്റ്റർ പറയുന്നുണ്ട്. അത് മുസ്ലിം ലീഗിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല ജയിപ്പിക്കുക എന്നത്. അതിൽ കോൺഗ്രസിൽ അതില് ഉത്തരവാദിത്വമുണ്ട്. കോൺഗ്രസ് പക്ഷേ ആ ആശങ്ക മുഖവിലക്കെടുക്കുന്നില്ല. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നാണ് മുസ്ലിം ലീഗ് കണക്ക് കൂട്ടുന്നത്. പ്രത്യേകിച്ച് PV അൻവർ മത്സര രംഗത്ത് നിൽക്കുന്നത് പോലും, അദ്ദേഹത്തിന്റെ സാന്നിധ്യം പോലും പരമ്പരാഗത UDF വോട്ടുകളിൽ വിള്ളലുണ്ടാക്കും. അത് പ്രത്യേകിച്ച് ഈ മലയോര മേഖലയിൽ വന്നിരുന്ന വോട്ടുകളിൽ വലിയ UDF ഉണ്ടാക്കും. അങ്ങനെയെങ്കിൽ നിലമ്പൂരിൽ രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന മുന്നറിയിപ്പാണ് മുസ്ലിം ലീഗ് നൽകുന്നത്. അതാണ് സ്വാലിഹ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. അൻവർ കൂടി സ്വതന്ത്രമായി മത്സരിക്കുമ്പോൾ പോകുന്ന വോട്ട് ആരുടേതാണ്? UDFിൻ്റെ വോട്ടുകളിൽ വലിയ ചോർച്ച ഉണ്ടാകുന്നു എന്നുള്ള ബോധ്യം ലീഗിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ തുറന്നു പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം. അവിടെ ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന ആൾ സ്ഥാനാർത്ഥിയാകുമ്പോൾ
വലിയ തരത്തിലുള്ള പ്രതീക്ഷകളായിരുന്നു UDF ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് വളരെ ആർജവത്തോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിലടക്കം LDF CPM വെല്ലുവിളിക്കുകയും ചെയ്ത്. ഇപ്പോൾ ചിത്രം മാറിയിരിക്കുകയാണ്. വലിയ തരത്തിലുള്ള പരാജയ ഭീതി UDF വേട്ടയാടുന്നുണ്ട്. അത് ഒരുപക്ഷെ ഹമീദ് മാസ്റ്ററിനെ പോലെയുള്ള ലീഗ് നേതാക്കളിൽ നിന്ന് പുറത്തു വരികയാണ്. ആദ്യം തന്നെ പറഞ്ഞത് ഈ അൻവറാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് അവസരമൊരുക്കിയത്, അൻവർ രാജിവെക്കുന്നു, അൻവറാണ് ഈ യുദ്ധത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. പക്ഷേ UDF എടുത്ത നിലപാടിന്റെ ഭാഗമായി അൻവറിനെ പിന്തുണയ്ക്കുക, അതിനുപോലും കോൺഗ്രസ് തയ്യാറാകുന്നില്ലെങ്കിൽ പരാജയത്തിന് ഉത്തരവാദി ഞങ്ങളല്ല എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് ലീഗ്. എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തോടെ തന്നെ ഒരു പതർച്ച UDF കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അത് ഇത്തരത്തിൽ PV അൻവർ കൂടി മത്സരിക്കാൻ എത്തുന്നു എന്നതോടെ വലിയ ആശങ്ക UDF നേതൃത്വത്തിൽ ഘടകകക്ഷികൾക്കിടയിലെല്ലാം ഉണ്ട്. പക്ഷേ അത് പരിഗണിക്കാൻ കോൺഗ്രസിലെ ചില നേതാക്കൾ തയ്യാറായില്ല എന്നതാണ്, VD സതീശൻ ഉൾപ്പെടെ തയ്യാറായില്ല എന്നതാണ്. അതുകൊണ്ടാണ് ഈ VD സതീശനെതിരെയൊക്കെ വളരെ രൂക്ഷമായ വിമർശനം അദ്ദേഹം തുടർന്നുകൊണ്ടിരിക്കുകയുമാണ്. സ്വാഭാവികമായും അൻവർ എടുക്കുന്ന നിലപാടുകൾ, അൻവർ ഈ പത്രസമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ജയിക്കുമോ ഇല്ലോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു. ഇന്ന് അദ്ദേഹം വെല്ലുവിളിച്ചിട്ടുണ്ട്, ഇനി പ്രതിപക്ഷ നേതാവ് VD സതീശനെ നിയമസഭ കാണാൻ അനുവദിക്കില്ല എന്ന് അദ്ദേഹം വെല്ലുവിളിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ UDF നേതാക്കളുമായി നേരിട്ട് നിലവിൽ ഇവിടെ MLA ആയിരുന്ന ഒരാൾ നേരിട്ട് ഏറ്റുമുട്ടുന്നത് സ്വാഭാവികമായും പരമ്പരാഗത വോട്ടിലൊക്കെ വലിയ വിള്ളലുണ്ടാക്കുമെന്ന ഒരു ആശങ്ക UDF നേതാക്കൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് ഉണ്ട്. സ്വാലിഹ്, നമുക്കറിയാം ഒരുപക്ഷെ നിലമ്പൂരോടുകൂടി തീരുന്നതല്ല UDF ഈ പൊട്ടിത്തെറി. ഇവിടെ വളരെ കൃത്യമായ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അൻവർ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞതാണ്, സതീശനാണ് ഈ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ നിന്ന് നയിക്കുന്നതെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം വലിയ തിരിച്ചടി കോൺഗ്രസിന് നേരിടും എന്ന് തന്നെ അൻവർ പറഞ്ഞു. അതിന് സമാനമായ ഒരു നിലപാട് തന്നെയാണ് ഇപ്പോൾ ഹമീദ് മാസ്റ്റർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ഏകാധിപത്യപരമായ നിലപാട് കോൺഗ്രസ് എടുക്കുന്നു, അതിൽ തന്നെ VD സതീശൻ എടുക്കുന്ന നിലപാട് വലിയ തിരിച്ചടികളിലേക്ക് കൊണ്ടുപോകാനാണ് സാധ്യത. അൻവറിനെ ഒപ്പം നിർത്തണമായിരുന്നു, കാരണം അൻവറിന് കുറച്ച് വോട്ട് അവിടെയുണ്ട്, UDF പരമ്പരാഗത വോട്ടുകളുണ്ട്. ഇതിലെല്ലാം കൃത്യമായി വിള്ളലുണ്ടാക്കാൻ അൻവറിനെ കൂടെ കൂട്ടാത്തതിലൂടെ പറ്റിയിരിക്കുന്നു എന്ന ബോധ്യം ലീഗിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തത്, അൻവറിനെ ജയിപ്പിക്കുക അല്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിന് UDF സ്ഥാനാർത്ഥി ജയിപ്പിച്ചെടുക്കേണ്ട ബാധ്യത ലീഗിന് മാത്രമല്ലല്ലോ. വളരെ കൃത്യമാണ് കാര്യങ്ങൾ. പരാജയ ഭീതി അലട്ടുന്നുണ്ട് ലീഗിനെ, UDF. തീർച്ചയായും മുസ്ലിം ലീഗിന്റെ നേതൃയോഗം ഇന്നലെ മലപ്പുറത്ത് പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ വീട്ടിൽ ചേർന്നിരുന്നു. ആ യോഗത്തിൽ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട വിമർശനം മുസ്ലിം ലീഗിന്റെ ഈ നിർദ്ദേശങ്ങൾ, കാരണം മുസ്ലിം ലീഗാണ് PV അൻവറുമായുള്ള മധ്യസ്ഥതയ്ക്ക് പിന്നീട് ചുമതലപ്പെടുത്തിയിരുന്നത്, PK കുഞ്ഞാലിക്കുട്ടിയൊക്കെ ആയിരുന്നു. പക്ഷേ അവർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളൊന്നും ഫലം കണ്ടില്ല, അതല്ലെങ്കിൽ അത് പരിഗണിച്ചില്ല എന്നൊരു ആക്ഷേപം അത് മുസ്ലിം ലീഗിനുണ്ട്. അത് സ്വാഭാവികമായും അത് നേതൃത്വത്തെ അറിയിക്കാൻ മുസ്ലിം ലീഗ് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഹൈക്കമാൻഡിന് കത്തായി നൽകും. ഹൈക്കമാൻഡിൽ തന്നെയുള്ള KC വേണുഗോപാൽ ഇവിടെ സ്ഥലത്തുണ്ട്, അദ്ദേഹത്തെ നേരിട്ട് ഇത് അറിയിക്കും. ഇതെല്ലാം മുസ്ലിം ലീഗ് തീരുമാനിച്ചിട്ടുണ്ട്. അതിനിടെയാണ് ജില്ലാ കൺവീനർ തന്നെ, UDF ജില്ലാ കൺവീനർ തന്നെ ഇത്തരത്തിൽ പരസ്യമായി. ശരി സ്വാലിഹ്, ഏതായാലും ഹമീദ് മാസ്റ്ററുടെ വാക്കുകൾ ഒരിക്കൽ കൂടി കേട്ട ശേഷം സ്വാലിഹിലേക്ക് മടങ്ങി വരാം. തെരഞ്ഞെടുപ്പിന് കളമൊരുക്കിയത് അൻവറാണല്ലോ. ഈ ഒരു തെരഞ്ഞെടുപ്പിന് കളമൊരുക്കിയത് അൻവറാണ്. അൻവർ യുദ്ധമുഖത്ത് തന്നെയാണ്. അതിലൊന്നും ആർക്കും അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ പരിഗണിക്കേണ്ടതല്ലേ? അത് പരിഗണിക്കേണ്ടതാണ്. അത് ന്യായമായ എന്ത് ഡിമാൻഡ് അദ്ദേഹം പറഞ്ഞാലും അത് പരിഹരിക്കും. അപ്പൊ അൻവറിനൊക്കെ കൂടെ നിർത്തിക്കൊണ്ട് പോകണം തന്നെ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഞങ്ങളുടെ പാർട്ടിയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്തു. നമ്മള് മുസ്ലിം ലീഗ് ഒറ്റക്കല്ലല്ലോ, അവിടെ നിർത്തുന്ന സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ്. സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഇഷ്ടംപോലെ ആശയവിനിമയം നടത്താൻ അൻവറിന് അവസരം ഉണ്ടായിട്ടുണ്ട്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിന് പറയാനുള്ള എല്ലാ കാര്യങ്ങളും UDF നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങളുമായി ലീഡർഷിപ്പിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോ ജയിക്കുക എന്നുള്ളത് ഒരു മുസ്ലിം ലീഗിന്റെ മാത്രം ആവശ്യമില്ലല്ലോ. സ്വാലിഹ്, പ്രശ്നം നിസ്സാരമല്ല. കുഞ്ഞാലിക്കുട്ടി തന്നെ പറഞ്ഞിരുന്നു അൻവറിനെ ഒപ്പം നിർത്തണമെന്ന്. പ്രതിസന്ധിയിലാകുന്നത് കോൺഗ്രസ് മാത്രമാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് ഇപ്പോഴേ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം കോൺഗ്രസ് എടുക്കുന്ന നിലപാട് പ്രധാനമായും ഈ വിഷയത്തിൽ, അൻവറിൻ്റെ വിഷയത്തിൽ കടുത്ത നിലപാടെടുത്തത് VD സതീശനാണ്. K സുധാകരൻ വരെ അൻവറിനോട് ഫോണിൽ വിളിച്ചും നേരിട്ടും പറഞ്ഞിരുന്നു അവിടെ പരിഗണിക്കപ്പെടാൻ പോകുന്നത് അൻവർ തന്നെയാണ്, നേരത്തെ എടുത്ത തീരുമാനങ്ങളല്ല. അൻവർ തന്നെ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞാണ്, അത്ഭുതപ്പെട്ടു പോയി K സുധാകരൻ അടക്കം, താൻ പറഞ്ഞതല്ല കാര്യങ്ങൾ നടന്നത്, VD സതീശൻ ഏകപക്ഷീയമായി തീരുമാനമെടുത്തു, അവിടെ വേറെ സ്ഥാനാർത്ഥി വരുന്നു, ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുന്നു. ആ മത്സരിക്കുമ്പോൾ ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി, ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി പറഞ്ഞതുപോലും മുഖവിലക്കെടുക്കുന്നില്ല. അവിടെ വലിയ തിരിച്ചടി കോൺഗ്രസിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ കൂടി കിട്ടാൻ പോകുന്നെന്ന സൂചന കൂടി ഹമീദ് മാസ്റ്ററുടെ വാക്കുകളിലുണ്ട്.
തീർച്ചയായും ഹമീദ് മാസ്റ്റർ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു കൃത്യമായ ആശങ്കകൾ UDF കേന്ദ്രത്തിൽ പടർന്ന ഒരു ആശങ്ക പ്രതിഫലിപ്പിക്കുകയാണ്. അത് പരസ്യമായി മാധ്യമങ്ങളോട് പറയാൻ അദ്ദേഹം തയ്യാറാവുകയാണ്. അത് വലിയ പ്രശ്നങ്ങൾ UDF-നകത്ത് പ്രത്യേകിച്ച് ഘടകകക്ഷികൾക്കെല്ലാം ഇത്തരത്തിലൊരു ഇദ്ദേഹം ഇതിന്റെ ഭാഗമാകണമെന്ന് PV അൻവർ ഭാഗമാകണമെന്ന് ആവശ്യം ഉയർത്തിയിരുന്നു. പക്ഷെ ഇത് പരിഗണിക്കാൻ തയ്യാറാവാതിരുന്നത് വലിയ അസ്വസ്ഥത അവിടെ സൃഷ്ടിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. സ്വാലിഹ്, ഇതിനകത്ത് നമുക്ക് ഈ ഹമീദ് മാസ്റ്ററിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു വിവിധ സമയങ്ങളിൽ ആശയവിനിമയം നടത്താൻ അൻവറിന് കഴിയുമായിരുന്നു. അങ്ങനെ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. വളരെ കൃത്യമായി തന്നെ ഒരു ചതിയാണ് LDF-നോട് അൻവർ ചെയ്തത്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇവിടെ ഉയർന്നു വരുന്ന പ്രശ്നം, അൻവർ എന്ന് പറയുന്ന ആൾ LDF-നെ ചതിച്ചുകൊണ്ട് UDF-മായി ചർച്ച നടത്തി ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ആദ്യം പരിഗണിക്കേണ്ടിയിരുന്ന ആൾ അൻവറിനെ തന്നെയാണെന്നുള്ളതാണ് ലീഗ് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. ആ കളത്തിലേക്ക്, തെരഞ്ഞെടുപ്പ് കളത്തിലേക്ക് ഇറങ്ങിയത് അൻവർ എടുത്ത തീരുമാനമാണ്. പക്ഷേ അൻവർ അങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ UDF കൂടെ നിൽക്കേണ്ടതായിരുന്നു. അങ്ങനെ ലീഗ് അടക്കമുള്ള UDF-ലെ പ്രമുഖ കക്ഷിയായ ലീഗ് ആ നിലപാടെടുക്കുമ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞ് നിലപാടെടുത്തുകൊണ്ട് കോൺഗ്രസ് പോകുമ്പോൾ, VD സതീശൻ പോകുമ്പോൾ അതിൻ്റെ അർത്ഥം ആ മുന്നണി വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലാണ്. ആ ലീഗ് ഈ കോൺഗ്രസ് നേതൃത്വത്തോട് VD സതീശനോട് കൃത്യമായ അകലം അല്ലെങ്കിൽ അമർഷം പാലിക്കുന്നുണ്ട്, അമർഷം ഉണ്ടാക്കുന്നുണ്ട്, അവർക്ക് അമർഷമുണ്ട്, ലീഗിന് അമർഷമുണ്ട് എന്ന് കൃത്യമായി തന്നെ ഹമീദ് മാസ്റ്ററുടെ വാക്കുകളിൽ നിന്ന് തന്നെ ബോധ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായും ഇന്ന് PV അൻവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ അപ്പോഴും മുസ്ലിം ലീഗ് പറയുന്നത് ഇനിയും ചർച്ചയ്ക്ക് ഇനിയും അവസരമുണ്ട് എന്ന് തന്നെയാണ് ഹമീദ് മാസ്റ്റർ പറയുന്നത്. ഇനിയും ചർച്ച ചെയ്യണം, തുടർന്ന് അത് പരിഹരിക്കണം, അത് പരിഹരിക്കാതെ മുന്നോട്ട് പോകാനാവില്ല എന്ന ഒരു സൂചന അദ്ദേഹം നൽകുകയാണ്. അത് UDF-ൽ നേരിട്ട് നൽകിയിട്ടുണ്ട്, പുറത്തു പറയുന്നു. ഇത് സ്വാഭാവികമായും അതിനകത്ത് നടക്കുന്ന പ്രശ്നങ്ങളുടെ ഒരു സൂചന തന്നെയാണ്. ശരി, KT സ്വാലിഹാണ് നിലമ്പൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.